ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യുപോഡ് SSLC. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നാൽ നമ്മൾ ഉടനെ നിങ്ങൾ അറിയിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഗവൺമെൻറ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ സയൻസിനെ പാർട്ട് എയും പാർട്ട് ബിയും ആക്കി ഡിവൈഡ് ചെയ്തു. പാർട്ട് എയിൽ 9 ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 9 പാഠങ്ങളാണ് പാർട്ട് എയിലുള്ളത്. അതിൽ ഹിസ്റ്ററിയിൽ നിന്ന് 5 പാഠങ്ങളും ജോഗ്രഫിയിൽ നിന്ന് 4 പാഠങ്ങളുമാണ്. അതിൽ നിന്ന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള 12 ചാപ്റ്റേഴ്സിനെ 6 പെയറാക്കി മാറ്റി, എന്നിട്ട് അതിൽ നിന്ന് 40 മാർക്കിന് ചോദിക്കും. സോ അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് ഗവൺമെൻറ് നിന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. സോ ഈ ഇവരെ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും അവരോട് ഈ വീഡിയോ കാണാൻ പറയുക. സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഇനി 21 ചാപ്റ്റേഴ്സ് പഠിക്കാനില്ല, 15 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് ഉറപ്പായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം. ആ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനാണ് എന്ത് ചോദിക്കുക, സോഷ്യൽ സയൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അടുത്തത് ഹിസ്റ്ററിയിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും. ആ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും സ്വാതന്ത്ര്യവും. അതിൽ നിന്നും 5 മാർക്കിനാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്, മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അടുത്തത് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. അതിൽ നിന്ന് 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അടുത്ത ഏതാടാ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യോളജി, വാട്ട് ആൻഡ് വൈ, സമൂഹശാസ്ത്രം, എന്തിന്, അത് 3 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഈ ഒരു 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത്. ഇത് പബ്ലിക് എക്സാമിന് മാത്രമല്ല, മോഡൽ എക്സാമിനും, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെ, പബ്ലിക് എക്സാമിന് മാത്രമല്ല മോഡൽ എക്സാമിനും ഈ ഒരു പാറ്റേണിലാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ഇനി ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുക, അതായത് പൊതു ചെലവും പൊതുവരുമാനവും. അടുത്ത ഏതാടാ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അതിൽ നിന്ന് 7 മാർക്കിന് ചോദിക്കും. ആ ചാപ്റ്ററിൽ നിന്നാണ് മാപ്പ് അഥവാ ഭൂപടം ചോദിക്കട്ടോ. അടുത്ത കമ്പൽസറി ചാപ്റ്റർ ആണ് ഇത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിനാണ് ചോദിക്കുക. അടുത്തത് 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഉള്ള, അതായത് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണമുള്ള അവസാനത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ 4 മാർക്കിൻ്റെ ചോദ്യം വരും. അപ്പോൾ ഈ ഒരു 9 ചാപ്റ്റേഴ്സാണ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 9 ചാപ്റ്റേഴ്സ് ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഹിസ്റ്ററിയിൽ നിന്ന് 5 എണ്ണവും ജോഗ്രഫിയിൽ നിന്ന് 4 എണ്ണവും. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി പേഡ് പറയുമ്പോൾ ഹിസ്റ്ററിയിൽ 3 പേരുണ്ട്, ജോഗ്രഫിയിൽ 3 പേരുണ്ട്. അപ്പോൾ എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡും ദ വേൾഡ് ഇൻ 20th century. ഹിസ്റ്ററിയിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ പേരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുക, അല്ലെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ പഠിക്കുക. എൻ്റെ പേഴ്സണൽ സജഷനിൽ ഹിസ്റ്ററിയിൽ 1ാമത്തെ ചാപ്റ്റർ കുറെ കൂടി എന്താണ് യെസ് എളുപ്പമുള്ള അല്ലെ, കുറെ കൂടി എളുപ്പമുള്ള ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 1ാം ചാപ്റ്റർ പഠിക്കാൻ എൻ്റെ പേഴ്സണൽ സജഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ആളുകൾ അതിൽ നിന്ന് 6 മാർക്കിന് ചോദ്യം പ്രതീക്ഷിച്ചോ. അടുത്ത ഹിസ്റ്ററിയുടെ പേര് ഏതാ, 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അതേപോലെ തന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഥവാ സ്വതന്ത്രാനന്തര ഇന്ത്യയും. 4ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ പേരാണ്. ആ പേരിൽ നിന്ന് 6 മാർക്കാണ് ചോദിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ഏതാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിലെ രാഷ്ട്രതന്ത്രശാസ്ത്രവും. അതേപോലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം. ഈ 2 പേരിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ പേരായിട്ടുള്ള ചാപ്റ്ററിൽ 2 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രം വൃത്തിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഹിസ്റ്ററിയിൽ 1-2 പേരാണ്, അതിലൊരു ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്ററാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. 2ാമത്തെ പേര് ഏതാ, ഹിസ്റ്ററിയിൽ 4ഉം 7ഉമാണ്. എൻ്റെ പേഴ്സണൽ സജഷൻ ഹിസ്റ്ററിയിലെ 7ാമത്തെ പാഠമാണ്. പിന്നെ അടുത്ത ഒരു പേരേതാ, ഹിസ്റ്ററിയിൽ 9ഉം 10ഉമാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ 9ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. അതേപോലെ തന്നെ ജോഗ്രഫിയിലും പേരുണ്ട്.
ഏതൊക്കെയാടാ ശ്രദ്ധിച്ചോ? സീസൺസ് ആൻഡ് ടൈമില് ശ്രദ്ധിക്കണം. ഏതാണ് സീസൺസ് ആൻഡ് ടൈമില് ഋതുഭേദങ്ങളും സമയവും, അതേപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് ദി വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള ഈ 2 ചാപ്റ്ററും എന്താണ്? ഒരു പെയറാണ്. ഈ പെയറിൽ നിന്ന് 8 മാർക്കിനാണ് ചോദിക്കുക. അപ്പൊ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ഏതാടാ? സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം കേട്ടോ. ഇനി അടുത്തൊരു പേര് വരുന്ന ഏതാ? 3 and 9 ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസസ് അല്ലെ, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങൾ ചാപ്റ്റർ 3 പഠിക്കണം. കാരണം ആ പേരിന് 8 മാർക്കിൽ ചോദിക്കും. ചാപ്റ്റർ 3 കുറെ കൂടി ചെറുതാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ. അടുത്തത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, അതായത് ചാപ്റ്റർ 4 ആയിട്ടുള്ള ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെയും, ചാപ്റ്റർ 6 ആയിട്ടുള്ള ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് അഥവാ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനം. ഈ 2 ചാപ്റ്റേഴ്സും ഒരു പെയറാണ്. അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യമേ വരുള്ളൂ. എൻ്റെ പേഴ്സണൽ സജഷനിൽ നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കണം നല്ലത്. അത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആട്ടോ. അപ്പം ഈ പെയർ ചാപ്റ്ററിൽ, അതായത് ഹിസ്റ്ററിയിൽ 3 പേരുണ്ട്, ജോഗ്രഫിയിൽ 3 പേരുണ്ട്. അപ്പം ഈ പെയർഡ് ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് റിലാക്സേഷൻ ഉള്ളത് 21 ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുള്ളത് വെറും 15 ചാപ്റ്റേഴ്സ് ആട്ടോ. സെറ്റായി അടിപൊളിയായി ഉഷാറായിട്ട് പഠിക്കാം. എജ്യൂപോഡ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ലൈവുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നമ്മൾ സെറ്റാക്കി തരും. പക്ഷേ റിലാക്സേഷൻ സോഷ്യൽ സയൻസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സബ്ജക്റ്റിലൊന്നും റിലാക്സേഷൻ ഇല്ല. കാരണം സോഷ്യൽ സയൻസിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഇനി മുതൽ നിങ്ങൾക്ക് 21 ചാപ്റ്റേഴ്സ് പഠിക്കാനില്ല. സോഷ്യൽ സയൻസിൽ വെറും 15 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതേപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് എജ്യൂപോഡ് SSLC എന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലും കൂടി ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അതിലും തരുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നന്നായി പഠിക്കുക. പബ്ലിക് എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഇതേ പാറ്റേണിലാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. സോ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ആ ഡൗട്ടൊക്കെ അവിടെ ക്ലിയർ ചെയ്യും. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.